ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ കട്ട് ഓഫ് എത്രയായിരിക്കും? കാര്യം തേർഡ് സ്റ്റേജ് ഫൈനൽ ആൻസർക്ക് വന്നപ്പോൾ 16 ചോദ്യങ്ങളോളമാണ് ഡിലീഷന് വിധേയമായത്. ഞാൻ എൻ്റെ ഒരു കഥ പറയാം. കഴിഞ്ഞ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പ്രിലിംസ് പരീക്ഷയ്ക്ക് ശേഷം ഞാനും ഇത്തരം കട്ട് ഓഫ് പ്രഡിക്ഷൻസിന് പുറകെ പോയി അവസാനം റിസൾട്ട് വന്നിട്ടാണ് പ്രിലിംസ് പാസ്സായെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഞാൻ മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ സമയം തീരെ കിട്ടിയില്ല. മെയിൻസ് പരീക്ഷ ചെറിയൊരു മാർജിനാണ് എനിക്ക് മിസ് ഔട്ട് ആവുന്നത്. അതേ അബദ്ധമാണ് നിങ്ങൾ ഓരോരുത്തരും കാണിച്ചു തുടങ്ങുന്നത്. നിങ്ങൾ ദയവായി ഒരു 45 മാർക്കിൽ കൂടുതലുണ്ടെങ്കിൽ പഠിച്ച് തുടങ്ങുക. ഞാൻ ഈ പറഞ്ഞ കട്ട് ഓഫ് പ്രഡിക്ഷൻ അല്ല, നിങ്ങൾ ചെയ്യേണ്ടുന്ന നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് പറയുന്നത്. പഠിച്ചു തുടങ്ങുമ്പോൾ കോമൺ ടോപ്പിക്സ്, പ്രിലിംസിലും മെയിൻസിലും ഉള്ള കോമൺ ടോപ്പിക്സ് വെച്ച് പഠിച്ചു തുടങ്ങും. അപ്പോൾ ഈ പ്രിലിംസ് ക്ലിയർ ആയില്ലെങ്കിലും അടുത്ത പ്രാഥമിക പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഈ അറിവുകൾ ഉപയോഗിക്കാം. ഇതിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ ഡിഗ്രി ലെവൽ മെയിൻസ് ബാച്ചുകൾ ആരംഭിച്ചിട്ടുള്ളത്. ഇൻ കേസ് നിങ്ങൾക്ക് പ്രിലിംസ് പാസ്സാകാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഈ ഫീസ് ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് KAS അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ ലോങ് ടേം ബാച്ചിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും. ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ലഭിക്കാനായി താഴെ